ഈ ഒരൊറ്റ മാങ്ങാക്കറി മതി വയറ് നിറയെ ചോറിടാനായിട്ട്. മാങ്ങാക്കാലം തുടങ്ങിയാൽ പിന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇവിടുത്തെ അടുക്കള ഭരിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. അപ്പോൾ ഒരുപാട് പുളിയില്ലാത്ത മാങ്ങ വേണം കേട്ടോ നോക്കിയെടുക്കാനായിട്ട്. കാരണം പുളി കൂടിയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കാണ്ട് മുറിച്ചെടുക്കാം. എല്ലാം ചട്ടിയിലോട്ടിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മാങ്ങാ കഷ്ണങ്ങൾ മുങ്ങിക്കെടുക്കാൻ പാകത്തിന് വെള്ളം ഇത്രയും ചേർത്തിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇനി അരപ്പിനായിട്ട് 2 കൈപ്പിടി തേങ്ങ ചെറുക്കിയതും പച്ചമുളക്, ജീരകം, കറിവേപ്പില, പിന്നെ കുറച്ച് വെള്ളം കേട്ടോ. ഇത്രയും നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇതുപോലെ കിട്ടും അരപ്പ്. ഇനി പകുതി വെന്ത മാങ്ങയിലോട്ട് നമുക്ക് ഈ അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന് പച്ചമണം മാറുന്നവരെ അങ്ങോട്ട് തിളപ്പിക്കണം. ശേഷം അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരുണ്ടല്ലോ, അതൊരു അരക്കപ്പോൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത ശേഷം അപ്പം തന്നെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്തോളൂ. കാരണം തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല. കറി നോക്കി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് പോരാത്തത് ചേർത്ത് കൊടുത്തോളൂ. തീർന്നില്ല, ഇനി ഒരു കലാശക്കൊട്ട് കൂടി ബാക്കിയുണ്ട്. അല്പം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും മൂപ്പിച്ചിട്ട് കറിയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അസല് പച്ചമാങ്ങ കറി റെഡി. ഇനി ഇത് ചോറിന്റെ കൂടെ അങ്ങോട്ട് വിളമ്പി കുഴച്ചങ്ങോട്ട് കഴിക്കണം. എന്നാ ടേസ്റ്റാണെന്നറിയോ? അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തോളൂ. എല്ലാവർക്കും ഇഷ്ടാവും.